നമസ്കാരം. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങളുമായി ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ രംഗത്ത് വന്നിരുന്നു. അഖിൽ മാരാർ ഉന്നയിച്ച വാദങ്ങൾക്കുള്ള മറുപടിയുമായി മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചത് ഈ കഴിഞ്ഞ ദിവസമാണ്. അതിന് തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രി കുടുങ്ങും എന്ന മറ്റൊരു വീഡിയോയുമായി അഖിൽ വന്നിരിക്കുന്നു. വീഡിയോയിൽ അഖിൽ കുറച്ച് തെളിവുകൾ കൂടി നിരത്തുന്നുണ്ട്. അഖിൽ പറഞ്ഞ ചില പ്രധാന ഭാഗങ്ങൾ ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി ഞാൻ വളരെ രീതിയിൽ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ കാര്യങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമല്ലോ. അങ്ങനെ ഞാനിന്ന് KSFE-യുടെ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു. KSFE-യുടെ മാനേജിംഗ് ഡയറക്ടറെ PA ആണ് ഫോൺ എടുത്തത്. അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങളൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം എനിക്കിങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് നമ്മുടെ ലാലു അലക്സ് ഇവിടം സ്വർഗമാണ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് പറയാനാണ് ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോൾ ജനത്തിനും പ്രതിപക്ഷത്തിനും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ നന്നായിരുന്നു. പറഞ്ഞോളൂ. ഞാൻ എന്റെ പേര് അഖിൽ മാരാർ എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ KSFE വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കുകയും ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി? അതായത് അല്ല, എന്റെ കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത്. എനിക്കത് വിദ്യാശ്രീ പദ്ധതി കാര്യം വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല. വിദ്യാശ്രീ പദ്ധതി വഴി KSFE കൊടുത്തത് ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് അറിയുന്നത് അല്ലേ? അതായത് നമ്മളിപ്പം സപ്പോസ് 20,000 രൂപ ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ? വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു, ഞാൻ 6,000 രൂപ അടച്ചു, 7,000 രൂപ അടച്ചു. അത് മാസം തോറും 500 രൂപ വെച്ച് അടയ്ക്കുന്ന സ്കീമായിരുന്നു. അത് 15,000 രൂപ അടച്ചാൽ മതി. അപ്പൊ സാറ് ഒരു ചെറിയ സംശയം, അപ്പം ഈ ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് KSFE-ക്ക് പൈസ തരുന്നത്? കാരണം ആക്ച്വലി ഗവൺമെന്റ് തന്ന പൈസയല്ല, അത് KSFE-യുടെ പൈസയാണ്. അല്ല, മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഒരു ഭാഗം തെറ്റാണ്. ഗവൺമെന്റ് തന്നതല്ല, അത് KSFE-യുടെ പദ്ധതിയാണ്. ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFE-ക്ക് നൽകിയ തുകയാണ്. കുടുംബശ്രീ പ്രവർത്തകരുടെ അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കോവിഡ് കാലത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് KSFE-ക്ക് ഇത് സഹായിച്ചത് എന്നുള്ളതാണ്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2021 സെപ്റ്റംബർ 17 2021 സെപ്റ്റംബർ 17 എന്ന് പറയുമ്പോഴത്തേക്ക് കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. പല രീതിയിലും നമ്മുടെ നാടൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. 2021 നവംബർ 1 സ്കൂളുകൾ പൂർണ്ണമായും തുറക്കുകയും ചെയ്തു. ഇത് വാർത്തയാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. 2020 ജൂൺ മാസം മുതൽ 2021 ജൂൺ മാസം വരെയുള്ള ഒരു കാലയളവ്, ഒരു അധ്യയന വർഷം പൂർണ്ണമായും വീട്ടിലിരുന്ന് പഠിച്ച സമയത്തൊന്നും തന്നെ ഗവൺമെന്റിന് ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഗവൺമെന്റ് പിന്നീടാണ് കൊണ്ടുവന്നത്. കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതിലൊക്കെ സന്തോഷം. പക്ഷെ KSFE-ക്ക് ഇതിനുള്ള ശേഷിയില്ല എന്നൊക്കെ ഗവൺമെന്റ് എവിടെ നിന്നാണ് തീരുമാനിച്ചത്? KSFE ഇത് ലോൺ കൊടുക്കുകയല്ലേ ചെയ്തത്? സൗജന്യമായിട്ട് കൊടുക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്തത്? അപ്പോ ഈ സഹായം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഈ 47,000 കുട്ടികളെ ഗവൺമെന്റ് സഹായിച്ചു എന്ന് പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കണക്കിന്റെയും കൂടെ അടിസ്ഥാനത്തിൽ ബാക്കി ഞാൻ പറയാം. പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ 81,43,00,000 രൂപ KSFE-ക്ക് നൽകി. ഇതുവഴി ആകെ 47,673 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി. ഇതാണ് വസ്തുത. ഇനി അടുത്തത് മുഖ്യമന്ത്രി പറയുന്നത് 47,673 കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 81.43 കോടി രൂപ കൊടുത്തത് എന്ന് ഇവർ പറയുന്നു. അതായത് 47,000 കുട്ടികൾക്ക് 81 കോടി രൂപ വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ 17,000 രൂപ ഒരു ലാപ്ടോപ്പിന് ചെലവാകുമെന്നർത്ഥം. ഇവിടെയാണ് മുഖ്യമന്ത്രിയെ ഒപ്പമുള്ളവർ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. ഇവർ ഇതിന്റെ ഡയറക്റ്റ് കണക്ക് കൂട്ടി. അതായത് 47,693 കുട്ടികളാണ് ഇതിന്റെ ഉപഭോക്താക്കൾ എങ്കിൽ ഇൻഡു 17,000 ഒരു ലാപ്ടോപ്പിന് KSFE കൊടുത്ത തുക. നിങ്ങൾ വിചാരിക്കും KSFE ഇത് സൗജന്യമായിട്ട് കൊടുത്തതാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല. ഈ തുക KSFE-യിലേക്ക് തിരിച്ചടവാണ്. ഇത് കേരളത്തിലുള്ള പ്രിയപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ചെല്ലണം. അവർ ഇതിനോടകം എത്ര രൂപ KSFE-യിൽ തിരിച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ എടുക്കണം. അങ്ങനെ കണക്കുകൾ എടുക്കുമ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ള അതേ തുക തിരിച്ചവർ KSFE-യിലേക്ക് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന 81.43 കോടി രൂപ എവിടെ പോയി? പിണറായി വിജയ, എവിടെ പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി?
81.43 കോടി രൂപ KSFEക്ക് കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ ലാപ്ടോപ്പ് മേടിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ്? ചുരുക്കം പറഞ്ഞാൽ എന്റെ ദാസ മുഖ്യമന്ത്രി, നിങ്ങൾ മുന്നിലിരിക്കുന്ന പത്രക്കാരെ മൊത്തം വിഡ്ഢികളാക്കി, പത്രസമ്മേളനം കേട്ടോണ്ടിരുന്നവരെ വിഡ്ഢികളാക്കി, പ്രതിപക്ഷത്തെ വിഡ്ഢിയാക്കി അങ്ങ് ഓടിപ്പോകാമെന്നൊന്നും വിചാരിക്കേണ്ട. സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് KSFEക്ക് കൊടുത്ത 81.43 കോടി രൂപ എടുത്തുവെച്ച് KSFE കുട്ടികൾക്ക് ലോൺ കൊടുത്തു. ലോൺ കൊടുത്ത തുക KSFEയിലേക്ക് പാവങ്ങൾ തിരിച്ചടച്ചു. മേടിച്ച ലാപ്ടോപ്പ് ഒക്കെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നശിച്ചുപോയി. കൊക്കോണിക്സ് കമ്പനിയുടെ ലാപ്ടോപ്പുകൾ പലപ്പോഴും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുവെന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ വാർത്തകൾ ഉൾപ്പെടെ കണ്ടതിന് ശേഷം അത് ഈ വീഡിയോയിൽ പങ്കുവെച്ചതിന് ശേഷമാണ് ഈ പറയുന്നത്. ഇത് കേട്ടോണ്ടിരിക്കുന്ന സൈബർ കമ്മികളോട് എനിക്ക് പറയാനുള്ളത്, വായി തോന്നുന്ന വിവരക്കേടും വന്ന് ഈ കമന്റ് ഇടാതെ. പറ്റിക്കപ്പെട്ടത് നിന്റെയൊക്കെ പാർട്ടിക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ. കാര്യം ഈ ലാപ്ടോപ്പ് ഏറ്റവും കൂടുതലും കിട്ടിയിട്ടുള്ളത് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾക്കായിരിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് മാസാമാസം പൈസ തിരിച്ച് മേടിച്ച് KSFEയിലേക്ക് എത്തിച്ചിട്ട് KSFE പൈസ എന്തുകൊണ്ട് തിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. 81.43 കോടി രൂപ പാവങ്ങൾക്ക് ലാപ്ടോപ്പ് മേടിക്കാൻ സഹായിച്ചതാണെന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ്? ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം നൽകിയേ പറ്റൂ. പിന്നെ 17,000 രൂപ നിങ്ങൾ ലോൺ കൊടുത്തിട്ട് അതിന്റെ പലിശ വേണ്ടെന്ന് വെക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ എന്തിനാടാ നിങ്ങളുടെയൊക്കെ ലോണ്? ഇവിടെ ലോൺ കൊടുക്കാൻ മുക്കിന് പ്രൈവറ്റ് കമ്പനികൾ കിടപ്പുണ്ട്. ഈ പോകുന്ന 17,000 രൂപയ്ക്ക് ഇച്ചിരി പോകുന്ന പലിശ കൂടി ആ പാവങ്ങൾ അങ്ങ് കൊടുത്തോളും. അതങ്ങ് വലിയൊരു ഔദാര്യമാക്കി കണ്ടുകൊണ്ട് 1,000 രൂപ. പക്ഷെ എന്നാലും കണക്ക് ശരിയാവത്തില്ല. 47,000 ഇൻറ്റു 1,000 2,000 വരുന്ന പലിശയല്ലല്ലോ കണക്ക്. 47,000 കുട്ടികൾക്ക് കൊടുത്തെങ്കിൽ 47,000 17,000 രൂപയുടെ പലിശ എന്തായാലും നിങ്ങൾ എഴുതി തള്ളാനൊന്നും സാധ്യമല്ല. മധുരയ്ക്കുള്ള പലിശയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ KSFEയുടെ പേര് മാറ്റി ഷൈലോക്ക് ഫിനാൻസ് ആൻഡ് കമ്പനി എന്ന് വല്ല പേര് ഇടേണ്ടി വരും. അപ്പൊ പിന്നെ അത് വേണ്ട. അപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പൊരുത്തക്കേടാണ്, വിവരക്കേടാണ്, വിഡ്ഢിത്തരമാണ്. കുടുങ്ങണം. ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരോടും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും മറ്റ് ഇതര രാഷ്ട്രീയ സംഘടനയുടെയും നേതാക്കന്മാരോടും ഞാൻ പറയുകയാണ്, ഈ വിഷയത്തിൽ ശക്തമായ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ടുവന്നിട്ട് എവിടെ പോയി 81.43 കോടി രൂപ KSFEക്ക് ലാപ്ടോപ്പ് കൊടുത്ത കാര്യത്തിൽ നിന്നുള്ള കൃത്യമായ മറുപടി, ഇന്നലെ പറഞ്ഞ മറുപടി വ്യക്തതയില്ലാത്തതാണ്, വിവരക്കേടാണ്. ഇതുപോലെ തന്നെ സഹകരണ ബാങ്കിലെ ആൾക്കാർ സഹകരണ ബാങ്കിന്റെ കടം വീട്ടാൻ വേണ്ടി കൊടുത്തതും മറ്റുള്ള കണക്കുകളും എല്ലാം പുറത്തു കൊണ്ടുവരണം. ഈ കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ എവിടെ ഏത് രീതിയിൽ സത്യസന്ധതയുണ്ട്, സുതാര്യതയുണ്ടെന്ന് വ്യക്തമാക്കാൻ കഴിയും. പിന്നെ 1 ലക്ഷം രൂപ ഞാൻ മുഖ്യമന്ത്രിക്ക് തന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ശക്തിയോടുകൂടി സംസാരിക്കാനാ. കുറെ അന്തം കമ്മികൾ ഇനിയും വരുമല്ലോ. നീ പൈസ കൊടുത്തില്ലല്ലോ, നീ പൈസ കൊടുത്തിട്ട് തന്നെ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഈ പണം എന്തായാലും എവിടോട്ട് പോകണമെന്ന് എനിക്ക് അറിയണമല്ലോ. അല്ലെങ്കിൽ നാളെ ഒരു 6 മാസം കഴിയുന്ന സമയത്ത് വീണ്ടും കള്ളത്തരം കാണിച്ച് കട്ടുമുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഏതെങ്കിലും രീതി പ്രതികരിച്ചാൽ പറയും, പണം കൊടുക്കാതെ നീ എന്തിനാണ് പ്രതികരിക്കുന്നത്, മറ്റുള്ളവന്റെ പൈസയല്ലേ പോയത് എന്ന് വേണമെങ്കിൽ നീയൊക്കെ ചോദിക്കും. എന്റെ കൂടെ പൈസ പോയതാ, ഞാനും എന്റെയും കൂടെ പൈസ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ പൈസ കൊടുക്കാനൊരു തീരുമാനമെടുത്തതും കാണാം. പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു? ആരാണ് ശരി? ആരുടെ ഭാഗത്താണ് തെറ്റ്? ഇനി അഖിൽ മാരാർ പറയുന്നത് ശരിയാണ് എങ്കിൽ മുഖ്യമന്ത്രി കുടുങ്ങുമോ? മറിച്ച് അഖിൽ മാരാർ പറഞ്ഞത് ഒരു നുണക്കഥയാണ് എങ്കിൽ എന്തായിരിക്കും ഇനി സംഭവിക്കുക? സത്യം എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരും. സത്യം എന്ത് തന്നെയാണെങ്കിലും അത് എത്രയും വേഗം പുറത്തു വരട്ടെ. ഇക്കാര്യത്തിൽ പ്രേക്ഷകർ ആർക്കൊപ്പമാണ് എന്നും നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ് എന്നും നമ്മുടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക.